വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ പ്രൊജക്ട് ഡേറ്റ് വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് മുതൽ പ്രൊജക്ടിനെ റിലേറ്റ് ചെയ്തിട്ട് പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. പ്രൊജക്ടിന്റെ കണ്ടന്റ്സ് ഡീറ്റെയിൽസ്, അതിനുശേഷം നിങ്ങൾ സിലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്ട്രീം അനുസരിച്ച് ഫിനാൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും. സോ അതനുസരിച്ചിട്ട് നല്ല ടോപ്പിക്കുകളുടെ സിലക്ഷൻസ്, ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. 4 സെമസ്റ്ററിലെ എല്ലാ സബ്ജക്ട്സും, അതുമാത്രമല്ല പ്രോജക്റ്റിന്റെ എൻറ്റയർ സപ്പോർട്ട്, ഗൈഡൻസ്, അതുപോലെ തന്നെ വൈവ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അങ്ങനെയുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ MCOM 4 സെമസ്റ്ററിൽ നിങ്ങൾക്ക് 5 സബ്ജക്റ്റുകളാണ് വരുന്നത്. അതിൽ 4 പേപ്പേഴ്സ് ആസ് യൂഷ്വൽ വരുന്നു. അതിൻ്റെ കൂടെ വരുന്നതാണ് പ്രൊജക്റ്റ്. സോ പ്രൊജക്റ്റിന്റെ കൂടെ നിങ്ങൾക്ക് വൈവ കൂടി അറ്റൻഡ് ചെയ്യണം. രണ്ടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് 100 മാർക്ക് വരുന്നത്. അപ്പോൾ ഡിഗ്രിക്ക് റെഗുലർ കോളേജിൽ പഠിച്ച കുട്ടികളുണ്ടായിരിക്കും, അവർ പ്രൊജക്റ്റ് ചെയ്ത് പരിചയം ഉണ്ടായിരിക്കും. ദെൻ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ, അവർ പ്രൊജക്റ്റിന് പകരം അഡീഷണൽ ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, റിസർച്ച് മെത്തഡോളജി. അവർക്ക് പ്രൊജക്റ്റ് ചെയ്ത് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് എന്താണ്, പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദെൻ യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ലൈൻസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്തായാലും ഡേറ്റ് വന്നിട്ടുണ്ട്, നെക്സ്റ്റ് മന്ത് 20-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ദിവസങ്ങളില്ല. ഉള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിനു വേണ്ടിയിട്ടും മാറ്റിവെക്കുക. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും കഴിയണ വരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ. വൈവ കഴിഞ്ഞാലേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രൊജക്റ്റ് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പറ്റിയിട്ട് വ്യക്തമായുള്ള നോളേജ് ഉണ്ടായിരിക്കണം. വൈവയ്ക്ക് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡെസർട്ടേഷൻ, പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് വൈവ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഗൈഡ് ലൈൻസിലോട്ട് നമ്മൾ ആദ്യം ഒന്ന് പോവാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കാണും. അപ്പോൾ പ്രൊജക്ട് വർക്ക് ടു കമൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 4 സെമസ്റ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുക. എവറി ലേണർ ഷാൽ വർക്ക് ഓൺ എ പ്രൊജക്ട് റിലേറ്റഡ് ടു കോമേഴ്സ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ടോപ്പിക്ക് കോമേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കണം. അപ്പോൾ പല കുട്ടികളും എനിക്ക് പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇത് ഓക്കെ ആണോ, ഒരു സജഷൻ നൽകുമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സജഷൻ നൽകാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ളത് ഇത് സ്ട്രീമാണെങ്കിൽ, ഫിനാൻസ് ആണ് നിങ്ങളുടെ ഇലക്റ്റീവ് എങ്കിൽ, ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വൈവയ്ക്ക് നിങ്ങളുടെ അടുത്ത് നിർബന്ധമായും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, എന്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ഇലക്റ്റീവ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്, സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക് എടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫിനാൻസുകാർ ഫിനാൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതാണ് എനിക്ക് ആദ്യത്തെ സജഷൻ ആയിട്ട് പറയാനുള്ളത്. മോർ ക്ലോസ്ലി അസോസിയേറ്റഡ് ടു ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യലൈസേഷൻ ഏരിയയിൽ നിന്നൊരു ടോപ്പിക് എടുത്ത് ചെയ്യാൻ. ഓക്കെ, ദെൻ ഐഡന്റിഫൈങ് എ ടോപ്പിക് വിച്ച് ഈസ് ലൈവ് ഫ്രം എൻവയോൺമെന്റ് ഓർ ഇൻഡസ്ട്രി is possible through establishing linkages with industry policy making bodies. അപ്പോൾ നമുക്ക് ഏത് ടോപ്പിക് വേണമെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏരിയയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് അതിന്റെ അനാലിസിസ് ചെയ്യലും മാത്രമല്ല, ഒരുപാട് മറ്റ് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ പേഴ്സണൽ ഫിനാൻസ് ഉണ്ട്. പേഴ്സണൽ ഫിനാൻസിൽ ഇഷ്ടംപോലെ ഏരിയാസിലോട്ട് നമുക്ക് പോകാം. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ. AI എന്ന് പറയുന്ന ഈ പറയുന്ന ടോപ്പിക് ഏറ്റവും ലേറ്റസ്റ്റ്, അതും ഫിനാൻസും നമ്മൾ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരുന്ന ഏത് പ്രോബ്ലത്തെയും നമുക്കൊരു പ്രൊജക്ട് ടോപ്പിക് ആക്കി മാറ്റി അതിനെ പഠനത്തിന് വിധേയമാക്കാൻ സാധിക്കുന്നതാണ്. സോ അതിൻ്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏരിയയിൽ നിന്നൊരു ടോപ്പിക് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളെപ്പോഴും ഗൈഡുമായിട്ട് ഉറപ്പാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊജക്ട് റിപ്പോർട്ട് ടു ബി സബ്മിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലാസ്റ്റ് സെമസ്റ്റർ. ഇപ്പോൾ ഡേറ്റ് വന്നു. Then project work should be done under supervision and guidance of academic counselors.
നിങ്ങളുടെ ഗൈഡ് ഉണ്ടായിരിക്കും. ഗൈഡ് ചിലപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗൈഡ് ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് ഇപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴോ ഒക്കെ ഗൈഡ് പറയും എത്രത്തോളം നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞോ, സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞോ, കഴിഞ്ഞിട്ടുള്ള വർക്കിന്റെ ഡീറ്റെയിൽസ് ഗൈഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഗൈഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു എക്സാം എഴുതുന്ന പോലെയല്ല. അതിലുള്ള സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഗൈഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. സോ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലേണേഴ്സ് ഹു സബ്മിറ്റ് എ പ്രോജക്ട് ഷാൽ ജസ്റ്റിഫൈ ദ ഫോളോയിങ്. നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട മെയിൻ കാര്യങ്ങളാണ് താഴെ പറയുന്നത്. കാരണം ഇതിന്റെ ബേസിലാണ് നിങ്ങളുടെ മാർക്ക് വരിക. നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. നമ്പർ 1, റിസർച്ച് പ്രോബ്ലം. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട്. റിസർച്ച് പ്രോബ്ലം എന്താണ്, റെലവൻസ് ഓഫ് ദ സ്റ്റഡി, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തഡോളജി, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഇതിനൊക്കെ പറ്റിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും ആദ്യത്തെ ഏറ്റവും ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസർച്ച് പ്രോബ്ലം. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യലാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പ്രോബ്ലം ഇൻ ദ സെൻസ് ജസ്റ്റ് നെഗറ്റീവ് അല്ല, ലിമിറ്റേഷൻ അല്ല പ്രോബ്ലം. നമ്മുടെ പ്രോജക്റ്റിന്റെ ടോപ്പിക് എന്താണ്, അതാണ് നമ്മുടെ പ്രോബ്ലം. എന്താണ് ഇഷ്യൂ, അതാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ബയാസ് റിലേറ്റഡ് വിത്ത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് എൻ്റെ ടോപ്പിക് എങ്കിൽ അതാണ് എൻ്റെ പ്രോബ്ലം. ഇൻവെസ്റ്റേഴ്സിന്റെ ബയാസ്, അതാണ് എൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ അവിടെ പ്രോജക്റ്റ് ഇല്ല, അതിനുള്ള സ്കോപ്പ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ. പിന്നെ റെലവൻസ് ഓഫ് ദ സ്റ്റഡി. നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതിന് റെലവൻസ് ഉണ്ടായിരിക്കണമല്ലോ, അതിന് സ്കോപ്പ് ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പോൾ നമ്മുടെ MCOM എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുമ്പോൾ പലരും ചോദിക്കും എന്തിനാ MCOM പഠിക്കുന്നത്, അതിന് സ്കോപ്പ് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നിങ്ങളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതിന് എത്രത്തോളം റെലവൻസ് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കണം, നമുക്കത് പ്രൊജക്റ്റിൽ കാണിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തഡോളജി. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്? ഈ പ്രോബ്ലത്തിനെ സാധൂകരിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രൊജക്റ്റിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, സ്പെസിഫിക് ആയിരിക്കണം ഒബ്ജക്റ്റീവ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒബ്ജക്റ്റീവ്സ് വയ്ക്കണം. മെത്തഡോളജി, ഈ ഒബ്ജക്റ്റീവ്സിന്റെ സാധുത മനസ്സിലാക്കാൻ, അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മെത്തഡോളജി പാർട്ടിൽ നമ്മൾ വെക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി വരും വീഡിയോസിൽ പറയും. അതിനുശേഷം നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്, അനലൈസ് ചെയ്യാണ്. അതിനുശേഷം ഒരു ഇന്റർപ്രിട്ടേഷനിലോട്ട് പോവാണ്. അതാണ് ലാസ്റ്റ് ഏരിയ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇങ്ങനെ 4 പാർട്ടുകളിലോട്ട് നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് കൊടുത്തിരിക്കണം. നിങ്ങളുടെ ടോട്ടൽ മാർക്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നിങ്ങൾ പ്രോജക്റ്റ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ 2 കോപ്പീസ് ആണ് ഉണ്ടാക്കേണ്ടത്. 2 copies ഓഫ് ദ പ്രോജക്ട് റിപ്പോർട്ട് ഇൻ ഇംഗ്ലീഷ് printed in A4 size paper should be submitted as per latest APA format. APA ഫോമാറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേ APA ഫോമാറ്റിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ദെൻ A4 ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രോജക്റ്റ്. ഇപ്പോൾ പലരും ചോദിക്കും എങ്ങനെയാണ് വെക്കേണ്ടത്, ജസ്റ്റ് സ്പൈറൽ ചെയ്ത് വെക്കണോ വേണ്ടേ, അതോ നല്ല ഹാർഡായിട്ട് വെക്കണോ? നിങ്ങളുടെ പ്രൊജക്റ്റ് അല്ലേ, കാര്യമായിട്ടുള്ള പൈസ ചിലവൊന്നും ഇല്ല. അപ്പോൾ നല്ല രീതിയിൽ ബൈൻഡ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. യൂണിവേഴ്സിറ്റി അങ്ങനെ ഗൈഡ് ലൈനിൽ ഏത് രീതിയിൽ സബ്മിറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. എങ്കിലും പ്രൊജക്റ്റ് വെക്കുമ്പോൾ ഇപ്പോൾ വൈവയ്ക്കൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് റിപ്പോർട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും കുട്ടി എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ബിഗിനിങ്ങിൽ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലോട്ടാണ് പോകേണ്ടത്. ഈ ഒരു സ്ട്രക്ചറിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരാം. സ്ട്രക്ചർ ഓഫ് ദ റിപ്പോർട്ട്. ആദ്യം പ്രിലിമിനറി സെക്ഷനാണ്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈറ്റിൽ പേജ് ആണ്. ടൈറ്റിൽ പേജിൽ നെയിം ഓഫ് ദ ലേണർ, നിങ്ങളുടെ പേര് അല്ല, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദ സൂപ്പർവൈസിങ് ടീച്ചർ, നിങ്ങളുടെ ഗൈഡിൻ്റെ പേര്, ഡീറ്റെയിൽസ്. ദെൻ സർട്ടിഫിക്കറ്റ് ഫ്രം ഗൈഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താലേ ഗൈഡിൻ്റെ കയ്യിൽ നിന്ന് സൈൻ കിട്ടുള്ളൂ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഗൈഡ്. പിന്നെ അക്നോളജ്മെന്റ്സ് എന്തായാലും വെക്കേണ്ടതാണ്. അതിനുശേഷം കണ്ടന്റ്സ്, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററിൽ കാര്യങ്ങൾ വെക്കുന്നുള്ളത് പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വെക്കണം. പിന്നെ ലിസ്റ്റ് ഓഫ് ടേബിൾസ്, ഇപ്പോൾ നിങ്ങൾ ടേബിൾസ് വെക്കുന്നുണ്ടായിരിക്കും, ഗ്രാഫ്സ് വെക്കുന്നുണ്ടായിരിക്കും പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്.
ഇപ്പോൾ ഫിനാൻസ് ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ അല്ലേ ഗ്രാഫും ടേബിളും ഇതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏതൊക്കെ ചാപ്റ്ററിലാണ് ഏതൊക്കെ പേജിലാണ് വരുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് വെക്കണം. ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്, ചാപ്റ്ററൈസേഷൻ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുക. ഇനി മെയിൻ കണ്ടൻസിലോട്ടാണ് നെക്സ്റ്റ് പോകേണ്ടത്. അതിലാദ്യം ചാപ്റ്റർ നമ്പർ 1. ചാപ്റ്റർ നമ്പർ 1 വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ ടോപ്പിക്കുകളിലും വരണമെന്നില്ല. ഇപ്പോൾ ഫിനാൻസ് ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതല്ലാണ്ട് മാർക്കറ്റിങ്ങിൽ ഒരു കോമൺ ടോപ്പിക്കിൽ വരണമെന്നില്ല. അപ്പോൾ പലപ്പോഴും കുട്ടികൾ പറയും ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രത്തോളം കാര്യങ്ങൾ വേണ്ടേ, എൻ്റെ പ്രൊജക്റ്റിൽ ഇതില്ലല്ലോ. അപ്പോൾ അതാ പറയുന്നത് ടോപ്പിക് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. എന്നാലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ആണ്. നിർബന്ധമായും എല്ലാവരും അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രൊജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല കുട്ടികളും ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. ഇതങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കലാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ. അതാണ് ഫസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതുക, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ചെയ്തു തരാം. നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റിസർച്ച് പ്രോബ്ലം. സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ പഠനത്തിന് വിധേയമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രൊജക്റ്റിന് സ്കോപ്പ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം. പ്രശ്നം ഇൻ ദി സെൻസ് നെഗറ്റീവ് അല്ല. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ നിങ്ങളൊരു ടോപ്പിക് എടുക്കണം, കസ്റ്റമേഴ്സിനെ ഇപ്പോൾ ഫുഡ് പ്രൊഡക്ട്സ്, ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റിനോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പല ഡിഷസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫ്രൈഡ് ചിക്കൻ അങ്ങനെയുള്ള അല്ലേ ന്യൂജൻ പിള്ളേരുടെ കുട്ടികൾ കൂടുതൽ താല്പര്യപ്പെടുന്ന അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് ടൈപ്പ് ഫുഡ്സിനോടുള്ള കുട്ടികളുടെ താല്പര്യം, നമ്മൾ ചെറിയൊരു ടോപ്പിക് എടുത്തു. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ പഠനത്തിന് വിധേയമാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഒരു 19 അല്ലെങ്കിൽ 100 കുട്ടികളെ ലിസ്റ്റ് എടുക്കുന്നു, ദെൻ അവരെ പഠിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളിത് പ്രിഫർ ചെയ്യണു എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് വ്യക്തത ഉണ്ടായിരിക്കണം പ്രോബ്ലത്തിന്. ദെൻ അതിനുശേഷം റിസർച്ച് ഗ്യാപ്പാണ്. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പ്രൊജക്റ്റ് ഇതിനേക്കാൾ മുമ്പ് ഈ സെയിം ടോപ്പിക്ക് പഠിച്ചിട്ടുള്ള പല വ്യക്തികളുണ്ടായിരിക്കും. അത് നമുക്ക് വെബ്സൈറ്റുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ആ പഠനം നമ്മൾ വായിക്കുന്നു. ദെൻ അവർ ചെയ്യാത്ത കാര്യങ്ങൾ അവർ പലതും ലാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനൊരു എക്സ്റ്റൻഷൻ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങണ്ടാവുക. അപ്പോൾ ഒരു ഗ്യാപ്പ് നമ്മൾ പറയാണ്. ഇതിനേക്കാൾ മുമ്പ് ഈ സെയിം ടോപ്പിക്ക് പലരും ചെയ്തു, ബട്ട് അവർ ഞാൻ ഈ പറയുന്ന പല ഏരിയാസിലോട്ടും ഫോക്കസ് കൊടുത്തിട്ടില്ല. നമ്മുടെ റിസർച്ചിൽ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ഒരു റിസർച്ച് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഈ ഒരു റിസർച്ച് ഗ്യാപ്പിൽ നമ്മൾ പറയേണ്ടത്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി, ഞാൻ നേരത്തെ പറഞ്ഞു. പ്രൊജക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ്, സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം റെലവൻസ് ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കണം. സ്കോപ്പ് കാണിക്കണം. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. ഒരു 3-4 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ 2-3 ഒബ്ജക്റ്റീവ്സ് വയ്ക്കണം. പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കണം. ആ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് വേണം നമ്മുടെ എൻറ്റയർ പ്രൊജക്റ്റ് കൊണ്ടുപോകാൻ. ഇതൊക്കെ ലിങ്ക് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. കണ്ടൻസിൽ ഇപ്പോൾ ഞാൻ അത് പറഞ്ഞു പോവാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, പിന്നെ മെത്തഡോളജി. നമ്മൾ ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, ആ പ്രോബ്ലത്തിനെ സാധൂകരിക്കാൻ, ആ പ്രോബ്ലത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ഒബ്ജക്റ്റീവ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡുകൾ യൂസ് ചെയ്യണം. അതാണ് മെത്തഡോളജിയിൽ പറയുന്നത്. സ്റ്റേറ്റിംഗ് ദ വാരിയബിൾസ് അസോസിയേറ്റഡ് വിത്ത് ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഹൈപ്പോത്തിസിസ് ആണ്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെൻറ്ററ്റീവ് അസംപ്ഷൻ ആണ്. ഒരു റിസർച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ മുമ്പിൽ വെക്കുന്ന അസംപ്ഷൻസ് ആണ്. നേരത്തെ പറഞ്ഞു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടുവേർഡ്സ് ഇലക്ട്രോണിക് കാറിനോട് കസ്റ്റമേഴ്സിനോടുള്ള താല്പര്യം. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പഠനത്തിന് മുമ്പ് തന്നെ ആദ്യം ഒരു അസംപ്ഷൻ വെക്കുകയാണ്. കസ്റ്റമേഴ്സിന്
ഇലക്ട്രോണിക് വെഹിക്കിളിനോട് താല്പര്യമുണ്ട്, അത് ഒരു അസംഷൻ വെക്കുന്നു. താല്പര്യമില്ല മറ്റൊരു അസംഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവും. അപ്പോൾ നമ്മൾ ഇതാണ് പഠിക്കുന്നത്. അപ്പോൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വെക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. പിന്നെ നമ്മുടെ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ഡിസൈൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പാണ്, സ്റ്റഡി ഗ്രൂപ്പ്. ഇപ്പം നമ്മൾ കോളേജ് സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ കോളേജ് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ പോപ്പുലേഷൻ. അതിലെ മൊത്തം കുട്ടികളെ ചിലപ്പോൾ നമ്മൾ പഠിക്കില്ല, ചിലപ്പോൾ 100 പേരെയോ അല്ലേ 50 പേരെയോ ഒക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുക. അതാണ് നമ്മുടെ സാമ്പിൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള സാമ്പിൾ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം. ദെൻ സാമ്പിളിംഗ് ടെക്നിക്ക് ഏതാണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും പറയണം. ഇപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണോ റാൻഡം സാമ്പിളിംഗ് ആണോ, ഏത് സാമ്പിളിംഗ് ടെക്നിക്കാണെന്നുള്ളതും കാണിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ ടൈം എടുത്ത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, കാരണം ഇതിൻ്റെ ബേസിലാണ് നിങ്ങളുടെ മാർക്ക് വരാം. ഇനി ഇതിലോട്ടൊക്കെ പോണേക്കാൾ മുമ്പ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റിവ്യൂ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് വെച്ചാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റിവ്യൂ ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് ഇതിനേക്കാൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിസർച്ചിൽ നമ്മുടെ പ്രൊജക്റ്റിൽ കോട്ട് ചെയ്ത് വെക്കണം. അതിൽ നിന്നാണ് നമുക്ക് പല ഐഡിയാസും കിട്ടുന്നത്. എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ഐഡിയാസ് ലഭിക്കും. ഇപ്പം നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നേരത്തെ പറഞ്ഞു ഞാൻ, അതാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ഇതിനേക്കാൾ മുമ്പ് ഉള്ളത് വായിക്കുക. ദെൻ അതിനെ സമ്മപ്പ് ചെയ്ത് ഒരു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഇപ്പോൾ റിവ്യൂ സാധാരണ ഒരു 2 പേജ് 3 പേജൊക്കെ റിവ്യൂ കൊടുക്കും. അപ്പോൾ വെറുതെ അത് പകർത്തി വയ്ക്കലല്ല റിവ്യൂ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഐഡിയ ഉണ്ടാക്കാൻ സാധിക്കും നല്ല റിവ്യൂ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഒരു ഐഡിയ ലഭിക്കും. മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ വർക്കുകളിലൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് നിങ്ങൾ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ചാപ്റ്റർ നമ്പർ 3 വരുമ്പോൾ തിയററ്റിക്കൽ ഓർ കൺസെപ്ച്വൽ ഫ്രെയിം വർക്കാണ്. ഇതിലെ ഇപ്പോൾ ഒരു കമ്പനീനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കമ്പനി ഡീറ്റെയിൽസ്, ഇൻഡസ്ട്രി ഡീറ്റെയിൽസ് ഇതൊക്കെ കാണിക്കണം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റിലയൻസ് ആണെന്ന് നിൽക്കുക. അപ്പോൾ റിലയൻസ് ഒരു സ്പെസിഫിക് കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഡസ്ട്രി കാണിക്കണം, പിന്നെ കമ്പനി ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ ഒരു സ്പെസിഫിക് സ്ഥാപനം എടുത്തു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള സ്ഥാപനം ലുലു ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലുലു റീറ്റെയിൽ അല്ലേ, ഒരു ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപനം ആണ്, ഒരുപാട് സ്റ്റോറുകളുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടും ഒരു ഓവർവ്യൂ കൊടുക്കണം, പിന്നെ കമ്പനീനെ പറ്റിയിട്ടും ഒരു ഓവർവ്യൂ കൊടുക്കണം. പിന്നെ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് അവിടെ കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതാണ് ചാപ്റ്റർ നമ്പർ 3. മീനിങ്, നിങ്ങളുടെ ടേമുകളുടെ മീനിങ് എന്താണ് അർത്ഥമാക്കുന്നത്, ഡെഫിനിഷൻ, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 3 കേട്ടോ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മൊത്തം വർക്കുകൾ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ പല മെത്തേഡ്സ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കാണിക്കുന്നത്, വർക്ക് കാണിക്കുന്നതൊക്കെ ചാപ്റ്റർ നമ്പർ 4ലാണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡാറ്റയുടെ പ്രോപ്പർ അനാലിസിസ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ടേബിളിൽ നമ്മളിപ്പോൾ 50 പേരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ, ആദ്യത്തെ ചോദ്യത്തിനുള്ള അവരുടെ മറുപടി എങ്ങനെയാണ്, എത്ര ആൾക്കാർ യെസ് പറഞ്ഞു, നോ പറഞ്ഞു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനിലോട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ ബേസിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് ചാപ്റ്റർ നമ്പർ 4ലാണ് കാണിക്കേണ്ടത്. ഏറ്റവും വലിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 4 ആണ്. ഇതിൻ്റെ മെയിൻ ഏരിയ ആണ് ചാപ്റ്റർ നമ്പർ 4 എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇടേണ്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതിനുശേഷം ഈ പറയുന്ന അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിലാണ് നിങ്ങൾ ചാപ്റ്റർ നമ്പർ 5 പോകുന്നത്. അവിടെയാണ് നിങ്ങൾ ഫൈൻഡിങ്സ് കൊടുക്കുക. ഇപ്പോൾ 20 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യനെയർ ആണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും ചാപ്റ്റർ നമ്പർ 4 നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് നിങ്ങൾ ഫൈൻഡിങ്സ് ആയിട്ട് എവിടെ കൊടുക്കുക, ചാപ്റ്റർ നമ്പർ 5 കൊടുക്കുക. ഞാൻ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് പറയാം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, നിങ്ങളുടെ പ്രശ്നം. ദെൻ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സിൽ ഒരു 3-4 ഒബ്ജക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുക. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു 3 ഒബ്ജക്റ്റീവ് ഒക്കെ ആയിരിക്കും. ആ ഒബ്ജക്റ്റീവിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ ബേസിലാണ് പറയുന്നത് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ 20 ചോദ്യമാണെന്ന് നിൽക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ 20 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു, അതിൻ്റെ അനാലിസിസ് ആണ് ഇവിടെ കാണിക്കുക നമ്മൾ ഈ ചാപ്റ്റർ നമ്പർ 4 കാണിക്കുന്നത്.
ആദ്യത്തെ ചോദ്യത്തിന് ഒരു 100 പേര് പറഞ്ഞിട്ടുള്ള മറുപടി ഇങ്ങനെയാണ്. നമ്മൾ അനാലിസിസ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റീവിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവരുടെ മറുപടി നമുക്ക് കിട്ടി. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ചാപ്റ്റർ നമ്പർ 5 ഫൈൻഡിങ്സ് കൊടുക്കുക. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്? ഞാൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വെച്ചു, ദെൻ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഞാൻ, ദെൻ എനിക്ക് അവരുടെ നിന്ന് റെസ്പോൺസ് കിട്ടി, ഞാനത് അനലൈസ് ചെയ്തു, എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇതൊക്കെയാണ്. അതിൻ്റെ ബേസിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ് ആണിത്, ഞാൻ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അപ്പോൾ ഫൈൻഡിങ്സ് ഇപ്പോൾ ഒരു 5 8 ഫൈൻഡിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡിങ്സ് കൊടുക്കുന്നു. ദെൻ പിന്നെ കൺക്ലൂഡ് ചെയ്യാണ് നമ്മൾ. കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് സജഷൻ. ഇതിൻ്റെ ബേസിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത്രത്തോളം ഈ പറയുന്ന ടോപ്പിക്കിനെ പറ്റി പഠിച്ചല്ലോ, സോ എനിക്ക് കൊടുക്കാനുള്ള സജഷനാണ് നമ്മൾ ഇതിൻ്റെ ബേസിൽ ലാസ്റ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നിങ്ങളുടെ മെയിൻ പാർട്ടുകൾ 5 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. നല്ല രീതിയിൽ പണിയുണ്ട്. അതിനുശേഷം ലാസ്റ്റ് എൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് ഡാറ്റ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അതാണ് ലാസ്റ്റ് സെക്ഷനിൽ കാണിക്കേണ്ടത്. അപ്പോൾ അതിൽ ബിബ്ലിയോഗ്രഫി, ആദ്യം ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് തോന്നുന്ന കാര്യങ്ങളല്ല ഇതിൽ എഴുതി വയ്ക്കുക. എന്ത് കാര്യങ്ങളും നിങ്ങൾ പ്രൊജക്റ്റിൽ കാണിക്കുന്നുണ്ടോ അതിന് സോഴ്സ് കൊടുത്തിരിക്കണം. നമ്മുടെ ചിന്തയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എഴുതാനുള്ള ഒരു സ്ഥലമല്ല പ്രൊജക്റ്റ്. എന്തെഴുതിയോ അതിന് സോഴ്സ് കാണിക്കണം എന്നുള്ളതാണ്. മനസ്സിലാവണ്ടോ? അല്ലാണ്ട് ഒരു കാര്യവും ചെയ്യരുത്. ഇപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ഞാനൊരു വർക്ക് എഴുതുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എഴുതിയിട്ടുള്ളതാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കണം. കവിത എഴുതുന്നോ കഥ എഴുതുന്നോ സ്ഥലമല്ല പ്രൊജക്ട് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബിബ്ലിയോഗ്രഫിയിൽ. അത് പ്രോപ്പറായിട്ടുള്ള സ്റ്റൈലുണ്ട്. ലേറ്റസ്റ്റ് APA ഫോമാറ്റ് തന്നെ ഫോളോ ചെയ്യണം. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തുതരാം കേട്ടോ. അതിനുശേഷം ഞാൻ പറഞ്ഞു അപ്പൻഡിക്സിലാണ് ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ ക്വസ്റ്റ്യനെയർ, മറ്റുള്ള ഫോമാറ്റ് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കണം. എന്തിൻ്റെ ബേസിലാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അപ്പൻഡിക്സിലോട്ട് പോയി കഴിഞ്ഞാൽ സാധിക്കുന്നുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ലാസ്റ്റ് സെക്ഷൻ, എൻഡ് സെക്ഷൻ. ഇനി അവർ പ്രോജക്റ്റിന് മാർക്ക് ഇടുന്നത് പറയുന്നുണ്ട്. ഇത് നോക്കിയാൽ അറിയാം ഇതിന് ഇമ്പോർട്ടൻസ്. പ്രൊജക്ട് ഇവാലുവേഷൻ, ഡെസർട്ടേഷൻ ഓർ പ്രൊജക്ട് റിപ്പോർട്ട് ടു ബി സബ്മിറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലാസ്റ്റ് സെമസ്റ്റർ. ദ പ്രൊജക്ട് റിപ്പോർട്ട് ഷാൽ ബി സബ്ജക്ട് ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ evaluation followed by viva voice. Internal evaluation to be done by supervising teacher, നിങ്ങളുടെ ടീച്ചർ ഗൈഡ് തന്നെ ആയിരിക്കും ഇവിടെ. എക്സ്റ്റേണൽ ഡൺ ബൈ എക്സാമിനർ അപ്പോയിന്റഡ് ബൈ യൂണിവേഴ്സിറ്റി. മാക്സിമം 100 മാർക്കാണ്. 70% എക്സ്റ്റേണലും 30% ഞാൻ പറഞ്ഞു വൈവയുടെ ബേസിലാണ്. അപ്പോൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം കേട്ടോ. Then a viva related to project work will be conducted by external evaluation board and learners have to attend viva voice. ടോട്ടൽ മാർക്സ് 70 പ്രൊജക്റ്റിനും 30 വൈവയ്ക്കാണ്. അതിൻ്റെ സെപ്പറേഷൻ നോക്കിയാൽ കാണാം. റെലവൻസ് ഓഫ് ദ സ്റ്റഡിക്ക് 10 മാർക്ക്, പ്രോബ്ലത്തിന് 10, മെത്തഡോളജിക്ക് 25 മാർക്ക്, 25 മാർക്സ്, ഫൈൻഡിങ്സ് 10, റിപ്പോർട്ടിങ്ങിന് 5. ഇങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ നെക്സ്റ്റ് ലിങ്കേജ് ഇൻ ദ സ്റ്റഡി 5, ഔട്ട്കം അച്ചീവ്ഡ് 5. ഇങ്ങനെയാണ് മാർക്ക് കേട്ടോ. ദെൻ ദ ലേണർ should get a minimum of 35 marks in the project. 35 മാർക്കിന് വേണം. If the learner fails to get a minimum in project report, he or she shall submit the project report after modifying it on the basis of the recommendation of the examiners. അപ്പോൾ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ റെക്കമെൻഡേഷൻ്റെ ബേസിൽ നിങ്ങൾ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വെറുതെ കിട്ടുന്ന മാർക്കല്ല, ഇത്രത്തോളം പണിയെടുക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരുടെ പ്രൊജക്റ്റും യുണീക്കായിരിക്കും. അപ്പുറത്തുള്ളവൻ എന്താണ് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് ഇപ്പുറത്ത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെ പോകണം. ഇതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഡറിലല്ല നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചാപ്റ്റർ നമ്പർ 2 വെച്ചിട്ടാണ്. റിവ്യൂ ആണ് ആദ്യം ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 3 പോവും. പിന്നെ 1, 4, 5 ആ രീതിയിൽ പോയാൽ മതി. ഓക്കെ, ഒരു ഓർഡർ ഉണ്ട് അതിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തം കണ്ടൻസും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു പ്രോജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി ആദ്യത്തെ പരിപാടി എന്താ? ഒരു പ്രോജക്റ്റ് ടോപ്പിക്ക് ഫൈൻഡ് ചെയ്യല. ഇത് ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ് പ്രൊജക്റ്റ് ടോപ്പിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏതാണെങ്കിൽ, ഫിനാൻസ് ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് അതിൽ തന്നെ n നമ്പർ ഓഫ് ഏരിയാസ് ഉണ്ട്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു മിക്ക കുട്ടികളുടെ മനസ്സിലോട്ട് പോവുക ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് അനലൈസ് ചെയ്യുക. അത് മാത്രമല്ല അവിടെ അവിടെ ഫിനാൻസിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏരിയാസിലോട്ട് കിടക്കാം. മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിലോട്ട് പോവാം. HR വേണമെങ്കിൽ HR ഉണ്ട്, പ്രൊഡക്ഷൻ ആണെങ്കിൽ ആ ഏരിയ ഉണ്ട്. അപ്പം ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഏത് ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിർബന്ധമായും ഗൈഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഗൈഡ് അപ്രൂവൽ നൽകിയതിന് ശേഷം നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്കുമായിട്ട് മുന്നോട്ട് പോവുക. ഗൈഡ് അങ്ങനെ അപ്രൂവ് തരാണ്ടിരിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് എപ്പോഴും ഗൈഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് പ്രോപ്പറായിട്ട് അവർ പറഞ്ഞുതരും. അവരുടെ കയ്യിൽ നിന്നല്ല സൈൻ വേണ്ട. അപ്പോൾ അത് കാരണം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി ഞാൻ ഓരോ ദിവസങ്ങളിൽ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്ട് ടോപ്പിക്സിൻ്റെ കുറച്ച് സജഷൻസ് ഞാൻ നൽകാം പുതിയതായിട്ടുള്ളത്. അപ്പോൾ നാളെ തന്നെ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫിനാൻസ് ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ്, മാർക്കറ്റിങ്ങിൽ HR കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അത് മാത്രമല്ല വെറുതെ പറഞ്ഞ പോലെയല്ല, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്ഥാപനം M.Com 4 സെമസ്റ്ററിലെ എല്ലാ പേപ്പേഴ്സിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊജക്ട് ഗൈഡൻസ് ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് മൊമെന്റിലോട്ട് വെക്കാതിരിക്കുക, കാരണം ഇത് ഒരുപാട് പണിയുള്ള കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്താലും ഇത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിനെ റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് മീൻസ് വാട്ട്? മീൻസ് വാട്ട്? അഗെയിൻ ആൻഡ് അഗെയിൻ സെർച്ച് ചെയ്യുന്നത് എന്താണോ അതാണ് റിസർച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ബൈൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് വിചാരിച്ചിരിക്കരുത്. ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെയല്ല ഒരു പ്രൊജക്റ്റിൻ്റെ സബ്മിഷൻ കാര്യം. അപ്പോൾ ഇതാണ് 4th സെമസ്റ്റർ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.